ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി, ആറോളം ക്ലാസ്സുകളിലായി സമ്പത്തിന്റെ രഹസ്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമ്പത്തിന്റെ നിയമങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. നിങ്ങൾക്കത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനമായ ഒരു ഘടകം ആയതുകൊണ്ടാണ് സമ്പത്തിന്റെ നിയമങ്ങളിലെ 100ഓളം നിയമങ്ങളെ പറ്റിയിട്ട് പറയാൻ തീരുമാനിച്ചത്. ബിസിനസ്സുകാരുടെ അടിസ്ഥാനപരമായ സത്യം എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും സമ്പത്തിനെ യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതാണ് എല്ലാ ബിസിനസിന്റെയും പരാജയം എന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സിലും പരാജയം സംഭവിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അവിടെ ലളിതമായി പറയാൻ പറ്റും, സമ്പത്തിന്റെ വിനിയോഗം യഥാവിധി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബിസിനസ് പരാജയപ്പെട്ടിട്ടുള്ളത്. കുറെ നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കണം. കഴിഞ്ഞ 6ഓളം നിയമങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. കാരണം അത് മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള ഘടകമായതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. കുറെ 25-26 വർഷങ്ങളായി ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പാലിച്ചു ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മൾട്ടി ബില്യൺ ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട നിയമങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. റിച്ചാർഡ് ടംബ്ലറുടെ ദ 100 റൂൾസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം. പക്ഷെ അതുപോലെയല്ല, അത് വ്യത്യസ്തമായി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ കാണാത്തവർ ഒന്നത് കാണുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം ബിസിനസ്സിൽ ഞാൻ ഇവിടെ ഈ ചാനലിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് പ്രയത്നത്തിലൂടെ മാത്രം സംജാതമാകുന്ന ഒരു സംഭവമല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഒരു ബിസിനസിന്റെ ഓണർ അല്ലെങ്കിൽ അതിന്റെ മുതലാളി എപ്രകാരമുള്ള മാനസികാവസ്ഥയിലുള്ള ആളാണോ, എപ്രകാരമുള്ള എനർജി ഉള്ള ഒരാളാണോ, അതനുസരിച്ചായിരിക്കും അയാളുടെ ബിസിനസിന്റെ വളർച്ച എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള നൂതനമായ സയന്റിഫിക് മെത്തേഡുകൾ, ന്യൂറോ സയന്റിഫിക് മെത്തേഡുകൾ, ക്വാണ്ടം ഫിസിക്സ് പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ലോകം അതിവേഗം ബിസിനസിന്റെ വളർച്ച സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നു. നീ ചിന്തിക്കുന്നത് എന്താണോ അത് നിനക്ക് സംഭവിക്കും എന്ന് പറയുന്ന പ്ലാനിങ് മെത്തേഡുകൾ, വിഷൻ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് മാത്രമേ ബിസിനസിനെ വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഇതൊക്കെ നിയമങ്ങൾ അപ്ലൈ ചെയ്ത് അതിനെ അടുത്ത തലങ്ങളിൽ ഉയർത്താൻ പറ്റും. അപ്പോൾ പൊതുവെ അത്തരം കാര്യങ്ങളാണ് ഈ ചാനലിൽ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിന് പല പല മെത്തേഡുകൾ ഉപയോഗിക്കും. നിങ്ങൾ ചാനൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ല മെത്തേഡുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവും പറയാതെ മാക്സിമം നന്നാക്കി എടുക്കാൻ സാധാരണ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയ ആൾക്കാർക്ക് അടക്കം ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സംസാരിക്കാനാണ് ഏറെ താല്പര്യം. അതിന് മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിനെ മുന്നോട്ട് നയിപ്പിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നമ്മൾ ബിസിനസ്സുകാരെ നമ്മളെ വിളിക്കുന്ന പേരാണ്. അതൊന്ന് താഴെ ടൈപ്പ് ചെയ്തോളൂ. അറിയാത്തവരൊന്ന് കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ടൈപ്പ് ചെയ്തിരുന്ന് കാണും. അതൊന്ന് നിങ്ങളും റിപ്പീറ്റ് ചെയ്യുക. അതിന് പറയുന്ന അഫർമേഷൻ എന്നാണ്. ആ അഫർമേഷൻ റിപ്പീറ്റഡ് ആയി പറയുമ്പോൾ അത് നമ്മളിൽ സംഭവിക്കുമെന്നുള്ളതാണ് തത്വം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന സമ്പത്തിന്റെ നിയമങ്ങളിൽ 7ാമത്തേതാണ് ധനകാര്യ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. സമ്പത്തിന്റെ അടിത്തറയായ ജ്ഞാനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ധനകാര്യ വിദ്യാഭ്യാസം എന്നത് ആൾക്കാർക്ക് സമ്പത്തുണ്ടാക്കാനും സംരക്ഷിക്കാനുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് എന്ന് തിരിച്ചറിയുക. പണം കൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് പിന്നിൽ ഉറച്ച ധനകാര്യ അറിവ് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സമ്പന്നരാകാനായി ധനസംബന്ധിയായ ജ്ഞാനം അല്ലെങ്കിൽ അതിന്റെ അറിവ് നേടുന്നത് ഒരു നിക്ഷേപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ലാഭം ജീവിതത്തിൽ ഉടനീളം ലഭിക്കുമെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ ധനകാര്യ വിദ്യാഭ്യാസം എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കും. എന്താണ് ഈ ധനകാര്യ വിദ്യാഭ്യാസത്തിന്റെ ആധാരം എന്നറിയുക. വിവേകപൂർണമായ സാമ്പത്തിക തീരുമാനങ്ങൾ
എടുക്കുക എന്നുള്ളതാണ് ധനകാര്യ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. ധനകാര്യ വിദ്യാഭ്യാസം ഇല്ലാതെ ആളുകൾ പലപ്പോഴും അനുഭവത്തെ ആശ്രയിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്ക് ആധാരമായോ പണം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ വരുമാനം ചിലവുകളും മിതമായി നിയന്ത്രിക്കാനും ലാഭകരമായി നിക്ഷേപിക്കാനും അല്ലെങ്കിൽ ലാഭകരമായ നിക്ഷേപത്തെ തിരഞ്ഞെടുക്കാനും മൂലധനം തികഞ്ഞ ധൈര്യത്തോടെ വിനിയോഗിക്കാനുമുള്ള ശേഷി സംജാതമാകുന്നത് ധനകാര്യജ്ഞാനത്തിലൂടെ മാത്രമാണ് എന്നറിയുക. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ വിപണിയുടെ പ്രവർത്തന രീതിയും അവിടെയുള്ള പല അപകട സാധ്യതകളും അവിടെയുള്ള ചില ചിട്ടവട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ എടുത്തു ചാടുന്നവരല്ലേ പലപ്പോഴും തകർന്നു പോകാറുള്ളത്. അല്ലെങ്കിൽ ആ ചെടുത്തു ചാട്ടമാണ് പലപ്പോഴും ഭീഷണിയായി തീരാറുള്ളത് എന്നറിയും. അതുപോലെ തന്നെ അനിഷ്ട സാമ്പത്തിക തിരിച്ചടികളെ ഒഴിവാക്കുന്ന ഒരു കവചമാണ് ധനകാര്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പലപ്പോഴും ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് വരുന്ന വായ്പാ സ്ഥാപനങ്ങളും ക്രെഡിറ്റ് കാർഡുകളും പലിശ നിരക്കുകളും ധനകാര്യ വിദ്യാഭ്യാസം നേടിയവർ ഇത്തരം കരാറുകളുടെയും അപകടം തിരിച്ചറിയുകയും ലാഭകരമായ സേവനങ്ങൾ തിരഞ്ഞെടുക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരൻ ഇതിലെല്ലാം പെട്ടുപോയി അവൻ അതിൽ പുറത്തു കടക്കാൻ പറ്റാതെ ജീവിതം ഉളരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം പറഞ്ഞു പോകാം. മാസം 2% പലിശ നിരക്ക് എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് ലോണുകളെ പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വെറും 2% കരുതി നമ്മൾ അത് എടുക്കും. അതിനെപ്പറ്റിയുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ വിശദമായി പറയാൻ പോകുന്നില്ല. അത് ഇതിന്റെ എക്സ്പെർട്ടുകളുടെ വീഡിയോസ് നിങ്ങൾ റെഫർ ചെയ്യണം എന്ന് പറയുക. അപ്പോൾ കുറഞ്ഞ അത് പ്രതിമാസം 2% പലിശ എന്ന് പറയുമ്പോൾ വളരെ കുറവാന്ന് തോന്നും. പക്ഷേ ഒരു വർഷത്തേക്ക് എത്തുമ്പോൾ 24% പലിശ നിരക്ക് എന്നറിയുമ്പോൾ എത്ര കൂടുതലായിരിക്കും എന്നറിയും. അപ്പോൾ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദീർഘകാല ധനലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവാനുള്ള മാർഗനിർദ്ദേശം ലഭിക്കുന്നത് ഈ ധനകാര്യ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. ജീവിതത്തിലെ പ്രധാനമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, വീട് വാങ്ങലാവാം, കുട്ടികളുടെ വിദ്യാഭ്യാസമാവാം, അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവാം, എന്നിവയൊക്കെ നിശ്ചയതയോടും കരുതലോടുകൂടിയും നയിക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയുക. ധനകാര്യ വിദ്യാഭ്യാസം ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കാലക്രമത്തിൽ അതിനെ ചെലവിടാനും നിക്ഷേപിക്കാനും നമ്മളെ സഹായിക്കുന്ന തരത്തിലായിരിക്കും എന്ന് പറയാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും അത് വികസിപ്പിക്കുന്നു എന്നുള്ളതാണ്. ധനകാര്യ വിദ്യാഭ്യാസ വിഷയങ്ങളിലുള്ള അറിവ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. സ്വന്തം പണവുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആശയക്കുഴപ്പത്തിലാവാതെ സ്വയം ഭയമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുവഴി വ്യക്തി മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ മുഴുവൻ ആശ്രയിക്കാതെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ സത്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ആരോഗ്യകരമായ സാമ്പത്തിക ശീലങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാക്കാൻ സാധിക്കുന്നത് ധനകാര്യ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് എന്നറിയുക. തുടർച്ചയായ ചിലവുകളുടെ എല്ലാം കണക്ക്, ബഡ്ജറ്റിംഗ്, അടിയന്തര നിധി ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വരുമാനത്തിന്റെ എത്ര ഭാഗം നിക്ഷേപത്തിലേക്ക് മാറ്റണം, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ധനകാര്യ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് എന്നുള്ളത്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏതൊരാൾക്കും സാധിക്കുന്നത്, ഏതൊരു ബിസിനസ്സുകാരനും സാധിക്കുന്നതാണ് എന്നുള്ളതാണ് സത്യം. അത്രയും ലളിതമായ ശീലങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ച് വരുമ്പോൾ പണത്തിന്റെ രൂപത്തിൽ മാനസിക സുരക്ഷയും ശാരീരിക സുരക്ഷയും സമാധാനവും സംതൃപ്തിയും നമ്മൾ ഉണ്ടാകുന്നു എന്നതാണ് സത്യമെന്ന്. ഇപ്പൊ ധനകാര്യ വിദ്യാഭ്യാസം ഇല്ലാതെ സമ്പത്ത് ആസൂത്രണം ചെയ്യുകയോ സംരക്ഷിക്കുകയോ വർദ്ധിപ്പിക്കുകയോ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ആധാരമാകുന്ന ഈ അറിവ് അഭ്യസിക്കുക, അത് പ്രയോഗിക്കുക, പിന്നെ സാമ്പത്തിക വിജയം സ്വയം നിങ്ങളെ തേടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. പണം നേടുന്നത് കഴിവാണ്. അതിൽ പകരം പണം നിലനിർത്തി
അതിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് ജ്ഞാനം എന്നറിയുക. ഒന്നുകൂടി പറയാം, പണം നേടുന്നത് അറിവാണ്, എന്നാൽ അതിനെ നിലനിർത്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ജ്ഞാനം എന്ന് അറിയുമ്പോൾ ധനകാര്യത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യം എത്രത്തോളം പ്രാധാന്യമാണെന്ന് പ്രിയപ്പെട്ട ബിസിനസ്സുകാർക്ക് മനസ്സിലാവും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.